ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ സദ്യ ഐറ്റം കൂട്ടുകറിയാണ്. അത്തം മുതൽ ഇതുവരെ ഓരോ ദിവസവും ഓരോ സദ്യ ഐറ്റംസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോസ് കാണാത്തവരാണെങ്കിൽ കാണുക, ട്രൈ ചെയ്ത് നോക്കുക. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് കൂട്ടുകറിയാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു സദ്യ ഐറ്റമാണ് കൂട്ടുകറി. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം നമുക്ക് കടലയൊന്ന് വേവിച്ചെടുക്കണം. ഞാനിവിടെ 1/4 കപ്പ് കടല 5 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തതാണ്. എന്നിട്ട് ആ വെള്ളമൊക്കെ ഊറ്റിയിട്ട് കടല നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. കടല ഓവർനൈറ്റ് വെള്ളത്തിൽ കുതിർത്ത് വെക്കുന്നതാണെങ്കിൽ ഇടയ്ക്ക് ആ വെള്ളം ഒന്ന് മാറ്റി കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കടല മുങ്ങുന്ന വണ്ണം കുറച്ചധികം തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് വേവിച്ചെടുക്കണം. 4-5 വിസിൽ വരുന്നത് വരെ നമുക്കിത് വേവിച്ചെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് വേണം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിത് വേവിച്ചെടുക്കാം. ഈ ഒരു സമയം കൊണ്ട് നമുക്ക് തേങ്ങ അരച്ചെടുക്കാം. അപ്പം ഞാനിവിടെ 1/2 കപ്പ് തേങ്ങ ചിരവിയത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഈ ഒരു സൈസിലുള്ള ഇഞ്ചി ചേർത്ത് കൊടുക്കാം. സാധാരണ കൂട്ടുകറിക്ക് വേണ്ടിയിട്ട് തേങ്ങ അരച്ചെടുക്കുമ്പോൾ അതിന് ഇഞ്ചി ചേർക്കാറില്ല. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ. എനിക്കിഷ്ടമാണ് ഇഞ്ചി ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. 1-2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ ജീരകം കൂടെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട്, കൂടുതൽ വേണ്ട, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. സാധാരണ ജീരകവും തേങ്ങയും മാത്രമാണ് അരച്ചെടുക്കാറ്. അപ്പം നിങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ അങ്ങനെ അരച്ചെടുക്കാം. ഇനി നമുക്ക് ചേനയും നേന്ത്രക്കായും വേവിച്ചെടുക്കാം. നേന്ത്രക്കായ ഒരു മീഡിയം സൈസിലുള്ളത് എടുത്തതാണ്. അപ്പോൾ അത് കട്ട് ചെയ്തതിന് ശേഷം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഒരു കറുത്ത കളറാവും. അപ്പോൾ അതൊന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് വെള്ളത്തിലിട്ട് വെച്ചത്. അപ്പോൾ ആ വെള്ളം കളഞ്ഞതിന് ശേഷം പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ചേന കഷ്ണങ്ങളാക്കിയത് 1 കപ്പുണ്ട്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കുറച്ച് ചേർത്തിട്ട് പിന്നീട് വെജിറ്റബിൾസൊക്കെ ഒന്ന് വെന്ത് വന്നതിന് ശേഷം ബാക്കി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെജിറ്റബിൾസൊക്കെ ഒന്ന് മുങ്ങുന്ന വണ്ണം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാവും. പിന്നെ 1-2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. ഇതുവരെ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല. അപ്പോൾ ഇതൊക്കെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിലാണ് ഇടേണ്ടത്. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കണം. ഇതിവിടെ നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ വെജിറ്റബിൾസ് ഒന്നും തന്നെ വെന്ത് വന്നിട്ടില്ല. കുറച്ചുകൂടെ ടൈം എടുക്കും. അപ്പോൾ നമുക്കിത് അടച്ചു വെച്ചുകൊണ്ട് തന്നെ അടുത്ത സ്റ്റൗവിലേക്ക് മാറ്റാം. എന്നിട്ട് ഇവിടെ ഒരു പാൻ എടുത്ത് വെക്കാം. പാൻ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. പിന്നെ 2 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടുന്ന സമയത്ത് 2 വറ്റൽമുളകും ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. അപ്പോൾ അരക്കുന്ന സമയത്ത് മാത്രമല്ല, കടുക് പൊട്ടിക്കുന്ന സമയത്തും ജീരകം ചേർത്ത് കൊടുക്കുമ്പോൾ കൂട്ടുകറിക്കൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ അത് മറക്കാതെ ചെയ്യണേ. ഇനി ഇതിലേക്ക് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഏകദേശം 1/4 കപ്പ് തേങ്ങ ചിരവിയത് എടുത്തിട്ടുണ്ട്. കൂട്ടുകറിക്ക് തേങ്ങ എടുക്കുമ്പോൾ അരക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നതിലും കൂടുതൽ വറുക്കാൻ വേണ്ടിയിട്ട് എടുക്കണം. അങ്ങനെ ആകുമ്പോഴാണ് കൂട്ടുകറിക്ക് ടേസ്റ്റ് കൂടുക. അതായത് രണ്ടും ഒരേ അളവിൽ എടുക്കാൻ പാടില്ല. അരക്കാൻ വേണ്ടിയിട്ട് 1/2 കപ്പൊക്കെ തേങ്ങ മതിയാവും. റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ തേങ്ങ എടുക്കുക. എത്രത്തോളം തേങ്ങ കൂടുതൽ എടുക്കുന്നോ അത്രത്തോളം കൂട്ടുകറിക്ക് നല്ല ടേസ്റ്റ് കിട്ടും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഈ തേങ്ങ ഈ പാത്രത്തിൽ നിന്ന് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇല്ലെങ്കിൽ ഈ പാത്രത്തിൻ്റെ ചൂട് കൊണ്ട് തന്നെ ഇത് കൂടുതൽ റോസ്റ്റ് ആയിപ്പോവും. ചിലപ്പോൾ കരിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കിതങ്ങ് മാറ്റി വെക്കാം. ഈ ഒരു സമയം കൊണ്ട് വെജിറ്റബിൾസിലെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇത് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ച് വെക്കാതെ 1-2 മിനിറ്റ് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. പിന്നെ ഇതൊന്ന് ഉടച്ചു കൊടുക്കണം. മുഴുവനായിട്ട് ഉടച്ചു കൊടുക്കേണ്ട, കുറച്ചായിട്ട് ഇങ്ങനെ ഇതുപോലെ ഉടച്ചു കൊടുക്കാം. മുഴുവനായിട്ട് ഉടച്ചാൽ കാണാൻ വേണ്ടിയിട്ട് ഭംഗി ഉണ്ടാവില്ല.
പിന്നെ നമുക്കിതിലേക്ക് ഈ ഒരു വെജിറ്റബിൾസിൻ്റെ കൂട്ടത്തിലേക്ക് കുമ്പളങ്ങയും മത്തങ്ങയും ഒക്കെ ചേർത്ത് കൊടുക്കാം. അങ്ങനെ ചേർക്കാറുണ്ട്, പക്ഷെ ഞാനിവിടെ ചേർത്തിട്ടില്ല. അപ്പം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും ഒന്ന് അടച്ചു വെക്കണം. മീഡിയം ഫ്ലെയിമിൽ 1 മിനിറ്റൊക്കെ മതിയാവും. ഒരു മിനിറ്റിന് ശേഷം തുറന്ന് നോക്കാം. തേങ്ങയുടെ റോ ടേസ്റ്റും സ്മെല്ലൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു കാര്യം ചേർത്ത് കൊടുക്കാനുണ്ട്. ഇത് സദ്യ സ്പെഷ്യൽ കൂട്ടുകറിയാണല്ലോ. സദ്യ കൂട്ടുകറിക്ക് നല്ലൊരു മധുരം ഉണ്ടാവും, ചെറിയൊരു മധുരം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെല്ലം ചേർത്ത് കൊടുക്കുന്നുണ്ട്. വലിയ കഷ്ണമൊന്നുമല്ല, ചെറിയൊരു കഷ്ണം വെല്ലം ഒന്ന് ചതച്ചിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ, മധുരം ഇഷ്ടമല്ലെങ്കിൽ ചേർത്ത് കൊടുക്കുകയേ വേണ്ട. അപ്പോൾ ഞാനിവിടെ ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുരുമുളക് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. കൂട്ടുകറിക്ക് കുരുമുളകിൻ്റെ ടേസ്റ്റാണ് മുന്നിൽ നിൽക്കുക. അപ്പോൾ കുരുമുളകും കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ എരിവ് കുറവായിട്ട് തോന്നുകയാണെങ്കിൽ വീണ്ടും 1/2 ടേബിൾ സ്പൂൺ കൂടെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കടല ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. തേങ്ങ വറുത്തതും കൂടെ ചേർത്ത് കൊടുക്കാം. വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യാം. കൂട്ടുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് കൂട്ടാൻ വേണ്ടിയിട്ട്, ഒന്ന് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ലാസ്റ്റായിട്ട് 1/2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യില്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചാലും മതിയാവും, പക്ഷെ നെയ്യാവുമ്പോഴാണ് ടേസ്റ്റ് കൂടുന്നത്. പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കറിവേപ്പില ഒന്ന് നുറുക്കിയതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഒരു അരമണിക്കൂർ വരെയൊക്കെ വേണമെങ്കിൽ അടച്ചു വെക്കാം കേട്ടോ. അതിനുശേഷം സെർവ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ കൂട്ടുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്